ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാധവേട്ടൻ പറഞ്ഞതുപോലെ ചെയ്തത് ഇപ്പൊ എത്ര നന്നായി നോക്കി. മോളെ, എന്താ അമ്മ? നിന്നോടൊരു കാര്യം പറയാൻ വന്നതാ മോളെ. അമ്മ വിളിച്ച പോരായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. എനിക്കിപ്പോ നടക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. അന്ന് ഏൽപ്പിച്ച ആ സ്വർണ്ണം ഇങ്ങെടുത്തെ മോളെ. ഇപ്പൊ എടുക്കാമേ. എന്താ അത്യാവശ്യമായിട്ട്? പറയാം, നീങ്ങെടുക്ക്. എന്താ അമ്മേ? എന്റെ മക്കളും മരുമക്കളും ഒക്കെ കഴുത്തിലും കാതിലും ഒക്കെ സ്വർണ്ണം ഇട്ട് നിൽക്കുമ്പോ പാവം മീനാക്ഷി, അവൾക്ക് ഒരു തരി പൊന്നുകൂടിയില്ല. മഞ്ഞച്ചരടില അവള് താലിയിട്ടേക്കുന്നെ. അത് കാണുമ്പോ മനസ്സിനൊരു ഭാരം പോലെ. ഞാനും എന്റെ കയ്യിലുള്ള സ്വർണ്ണം എടുത്ത് കൊടുത്താലോ എന്ന് പോലും മനസ്സിൽ വിചാരിച്ചതാ. പക്ഷേ അതിട്ട് മീനാക്ഷിയെ കണ്ട പ്രകാശേട്ടൻ കഴുത്തിന് കുത്തിപ്പിടിച്ച് വാങ്ങും. അത് മതി അടുത്ത കുടുംബകലഹത്തിന്. അതാ മിണ്ടാതിരുന്നത്. മീനാക്ഷിക്കും കാണില്ലേ ആഗ്രഹം. ഒരു കാലത്ത് ഞാനും ഒരു തരി പൊന്നിനെ എത്ര നാള് കൊതിച്ച് നടന്നിട്ടുണ്ടെന്നറിയോ? ഇത് അവളോട് കഴുത്തിലിടാൻ പറയാം. ഈ വള കൂടി കൊടുക്കാം. ഇതിനൊരു താലി പണിത് ഈ മാലയിലിടാൻ പറയാം. എന്താ പോലെ ഇങ്ങനെ നോക്കുന്നേ? ഇങ്ങനെയുള്ള അമ്മായിയമ്മമാരൊക്കെ ഇക്കാലത്തും ജീവിച്ചിരിപ്പുണ്ടോന്ന് നോക്കിയതാ. ദേ വേണ്ട. ഇവളെന്താ സ്വർണ്ണെടുത്ത് കിളവിയെ കാണിക്കുന്നത്? അമ്മേ, എന്തായാലും ഭാഗ്യമുണ്ട്. ഈ സ്വർണ്ണ എന്നെ ഏൽപ്പിച്ച കാര്യം പ്രകാശേട്ടൻ അറിഞ്ഞിട്ടില്ല. എന്റെ സ്വർണ്ണ എടുത്ത് ഇതുവരെ നോക്കിയിട്ടുമില്ല. നിന്റെ കയ്യിലിരിക്കുമ്പോ ഇതൊക്കെ സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്കറിയാം മോളെ. ഇതൊക്കെ ഇട്ടോണ്ട് നടന്നാല് തേയ്മാനം വരൂന്നാ പ്രകാശേട്ടൻ കൂടെ കൂടെ പറയുന്നേ. അവനെ അത്ര കുറ്റമൊന്നും പറയണ്ട. വീട് പണി സമയത്ത് കാശിന് ബുദ്ധിമുട്ട് വന്നപ്പോ പോലും അവൻ ഒരു തരി സ്വർണം പോലും എടുത്തില്ലല്ലോ. അമ്മ ഈ സ്വർണത്തിന് വില കൂടുന്നറിഞ്ഞിരുന്നെങ്കിൽ ദിവസം ഓരോ കണ്ണിയെങ്കിലും കൊണ്ടുപോയി വിറ്റേനെ. ഇതൊക്കെ അച്ഛന്റെ ബുദ്ധിയാ, സമ്മതിക്കണം. മാധവേട്ടൻ പറഞ്ഞതുപോലെ ചെയ്തത് ഇപ്പൊ എത്ര നന്നായി നോക്കി.
കൊള്ളാം. തന്ത സേതുരാമയ്യർ CBI, കൂട്ടിനെന്റെ കെട്ടിയോളും. ഈ പ്രകാശൻ എന്താണെന്നേ കാണാൻ പോണേയുള്ളൂ. മോളെ, ആ മീനാക്ഷി, എനിക്കൂടെ ചെയ്യാൻ എന്തെങ്കിലും ജോലി ബാക്കി വെച്ചേക്കണേ. സുചിത്രേച്ചി ഇത്രയും കാലം ജോലിയൊക്കെ ചെയ്തല്ലേ, ഇനി കുറച്ചു നാള് ചേച്ചി റെസ്റ്റ് എടുക്ക്, ഞാൻ ജോലിയെല്ലാം ചെയ്തോളാം. എന്നെ ഇങ്ങനെ സുഖിപ്പിക്കാൻ ഞാൻ നിന്റെ അമ്മായിയമ്മയല്ല. മീനാക്ഷിയെ കാണാതെ ഒരാൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുക. ജഗത. ശരിയാ മീനാക്ഷി, എന്റെ അമ്മ ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും നിന്റെ കാര്യം തിരക്കും. സങ്കടപ്പെടണ്ട, അമ്മ നാളെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മോളെ, സന്തോഷം കൊണ്ടായാലും സങ്കടം കൊണ്ടായാലും ഇനി നിന്റെ കണ്ണീര് ഈ വീട്ടിൽ വീഴരുത്. നിന്റെ ഈ മഞ്ഞച്ചരട് മാറ്റണ്ടേ? പൊന്നിലൊരു മാല പണിയിച്ചിടണ്ടെന്നല്ലേ അമ്മ ചോദിച്ചത്. ഈ മഞ്ഞച്ചരട് അതിനേക്കാളൊക്കെ വിലയാ അമ്മേ, എന്റെ ജീവന്റെ വില. മരണത്തിന്ന് രക്ഷിച്ച മഞ്ഞച്ചരടാ. മോളെ, എന്താ അമ്മ ഇത്? എനിക്കിതൊന്നും വേണ്ട, ഞാനിതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചു. നീ എന്റെ മരുമകളാ. പൊന്നിൽ വാരി കുളിപ്പിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഒരു തരി സ്വർണത്തിൽ തന്നെ നിന്റെ താല് കൊരുത്തിടണം. ഇത് ഒരമ്മായിയമ്മയുടെ ഔദാര്യമായിട്ട് കരുതണ്ട, ഒരമ്മയുടെ സ്നേഹമായിട്ട് കരുതിയാ മതി. അമ്മായിയമ്മയും മരുമോളും ഒന്ന് പോകുന്നുണ്ടോ? വെറുതെ മനുഷ്യനെ കരയിപ്പിക്കാതെ. മാനത്തെ കൊട്ടാ